മരട് നഗരസഭ 21 ഡിവിഷൻ കൗൺസിലർ ജെയിനി പീറ്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദരവ് 2024 വിദ്യാഭ്യാസ അവാർഡ് വിതരണ ചടങ്ങ് തൃപ്പൂണിത്തുറ MLA ശ്രീ കെ ബാബു അവർ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ ജെയിനി പീറ്റർ അധ്യക്ഷത വഹിച്ചു. അവാർഡ് ദാന ചടങ്ങിൽ മുൻ കൗൺസിലർ ജിൻസൺ പീറ്റർ, നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി അച്ചമ്പറമ്പിൽ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB മുഹമ്മദ് കുട്ടി മാസ്റ്റർ, മുത്തടം പള്ളി വികാരി റവറന്റ് ഫാദർ ഷൈജു തോപ്പിൽ, PS മിഷൻ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അനിഷേല എന്നിവർ വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഈ വർഷവും ഈ ഡിവിഷൻ കൗൺസിലർ ശ്രീമതി ജെയിനി പീറ്റർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ അവാർഡ് ദാന ചടങ്ങിലും പഠനോപകരണ വിതരണ ചടങ്ങിലും പങ്കെടുക്കാൻ വളരെയേറെ സന്തോഷമുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ അവാർഡുകൾ വാങ്ങുന്ന കുട്ടികളെ അനുമോദിക്കുകയും പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങുന്നവരുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുകയാണ്. ഇന്ന് വിവിധ തുറകളിലുള്ളവരെല്ലാം നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസത്തിലൂടെ വളർത്തിക്കൊണ്ടുവരാനുള്ള പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ലക്ഷ്യം ഓരോ കുട്ടിയും പഠിച്ച് ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരണം എന്നുള്ളതോടൊപ്പം തന്നെ അവർ വ്യക്തിപരമായി നല്ല വളർച്ച നേടണം എന്നുള്ളതോടൊപ്പം തന്നെ അവരിൽ നിന്ന് സമൂഹം കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതും ആണ് സൂചിപ്പിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഓരോ വീട്ടിലും കുട്ടികൾ 1-2 കുട്ടികളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് രക്ഷിതാക്കൾ ഇന്നത്തെ പുതുതലമുറയിലെ രക്ഷിതാക്കളെ പോലെ താല്പര്യമെടുത്തിരുന്നില്ല. നിങ്ങൾക്ക് മാനസികമായി കരുത്ത് നൽകുന്ന ഒരു പരിപാടിയാണ് ഇതുപോലുള്ള സമ്മേളനങ്ങളും അവാർഡ് ദാനങ്ങളും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു പ്രോത്സാഹനമായി മാറട്ടെ. നിങ്ങൾക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ ഈ അവാർഡ് ദാനം, അവാർഡുകൾ ഒരു നിക്ഷേപമായി എന്നും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ അവാർഡുകൾ ഏറ്റുവാങ്ങുന്ന കുട്ടികളെല്ലാം ഒരിക്കൽ കൂടി അനുമോദിക്കുകയും പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങുന്ന കുട്ടികളുടെ അവരുടെ രക്ഷിതാക്കളുടെയും സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്തുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ്. കഴിഞ്ഞ 17-18 വർഷമായി നമ്മുടെ പ്രദേശത്തുള്ള മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും അതുപോലുള്ള പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പഠനോപകരണങ്ങളും നൽകിക്കൊണ്ടുള്ള പരിപാടി സംഘടിപ്പിച്ചു പോരുന്നത്. ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശത്ത് നിന്ന് മികച്ച വിജയം നേടി വരുന്ന വിദ്യാർത്ഥികളെ ആദരിക്കുക എന്നുള്ളത് അവരുടെ കടമയാണ്. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും അനുമോദനങ്ങളും ഒക്കെ നൽകിയാൽ വിദ്യാർത്ഥികൾ അവരുടെ കടമ, കർത്തവ്യം നല്ല രീതിയിൽ നിർവഹിച്ചുകൊണ്ട് പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 18 വർഷമായി മരട് മുനിസിപ്പാലിറ്റി 21 ഡിവിഷനിൽ അതിമനോഹരമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി ഈ വർഷവും പൂർവാധികം ഭംഗിയായി തന്നെ ആസൂത്രണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനായിട്ട്
എന്നെ ഒത്തിരി സഹായിച്ച് എന്നോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള എൻ്റെ എല്ലാ നല്ല പ്രിയ സുഹൃത്തുക്കളെയും 21ാം ഡിവിഷനിലെയും പരിസര പ്രദേശങ്ങളിലെയും വാർഡ് വികസന സമിതി അംഗങ്ങളും അയൽക്കൂട്ട കോർഡിനേറ്റേഴ്സ്, ആശാ വർക്കർ, അംഗനവാടി ടീച്ചേഴ്സ്, എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഈ നിമിഷം ഓരോരുത്തരെയും സ്മരിക്കുകയാണ്. കൊച്ചുങ്ങളുടെ കയ്യിലൊക്കെ ബാഗുണ്ടോ? ബാഗിൽ കനമുണ്ടോ? കനമില്ല. കനം വേണോ? അധികം കനം വേണ്ട. ഇന്ന് കാലത്ത് പള്ളിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അധികം കനം വേണ്ട, എന്നാൽ കനം വേണം എന്നാണ്. അധികം കനം വന്നു കഴിഞ്ഞാൽ നമുക്ക് താങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. പക്ഷേ കനമില്ലാത്ത ബാഗുകളും വേണ്ട. നിങ്ങൾക്ക് ബാഗിൽ ഇട്ടുകൊണ്ട് പോകാനായിട്ട് ഒത്തിരി സമ്മാനങ്ങളിലൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ചെറിയൊരു കനമുണ്ടാകും. ഇന്ന് ഈ ഒരു അവസരത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരോട് പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യം, ഈ കുട്ടികളെല്ലാവരും വളർന്ന് നല്ല പൗരന്മാരാകണം. നമ്മുടെ ഭാരതത്തിൻ്റെ പേര് ഉന്നതിയിൽ നിലനിർത്താൻ പറ്റുന്ന ഭാരതീയരായിട്ടുള്ള പൗരന്മാർ. ഇന്ന് ഒരു ന്യൂസ് വായിച്ചു, ഇന്ത്യക്കാരെ കുറേയധികം പേര് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അവരുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഗുജറാത്തീസാണ് സറണ്ടർ ചെയ്യുന്നത്. കാരണം അവർക്ക് തിരിച്ചു വരാൻ ഇന്ത്യക്കാരായിട്ടിരിക്കാൻ താല്പര്യമില്ല. ഭാരതീയരായിട്ടിരിക്കാൻ, ഇന്ത്യക്കാരായിട്ടിരിക്കാൻ അഭിമാനം വേണം നമുക്ക്. നമ്മുടെ നാട്ടിൽ മാത്രമേ നമുക്ക് ഈ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി പൂർണ്ണ പൗരനായിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നമ്മുടെ കുട്ടികളൊക്കെ പുറത്ത് പോകണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പുറത്ത് പോകണം. ഇപ്പോൾ എനിക്ക് പറഞ്ഞ് പുറത്ത് പോയിട്ട് തിരിച്ചു വരും. അപ്പം തീർച്ചയായിട്ടും തിരിച്ചു വന്ന് ഇന്ത്യയിൽ പൂർണ്ണ പൗരന്മാരായിട്ട് അഭിമാനിക്കത്തക്ക വിധത്തിൽ അവർ വിജയം വരിക്കുന്നതിന് ഈ ഒരു സമ്മേളനം, ഈ ആദരവ് അവർക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കുട്ടികളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ സായാഹ്നം ഇത്ര മനോഹരമായി ആദരവ് 2024 വട മുനിസിപ്പാലിറ്റി 21ാം ഡിവിഷൻ ഈ ഒരു പ്രസ്ഥാനം ഭംഗിയായി ഇവിടെ ഒരുക്കിയ ശ്രീമതി ജെയിനി പീറ്ററിനും ജിൻസി പീറ്ററിനും മറ്റെല്ലാ കൂട്ടാളികൾക്കും എൻ്റെ വളരെ സന്തോഷം നിറഞ്ഞ ആദരവും ബഹുമാനവും സന്തോഷവും അറിയിക്കുന്നു. കുട്ടികളോട് ഒരു ചെറിയൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. പൂജ്യം എന്നത് എന്തെങ്കിലും വിലയുണ്ടോ? പൂജ്യത്തിന് ഉണ്ടോ? വിലയുണ്ടോ? എന്താണ് വില? ഉണ്ടോ? എപ്പോഴാണ് അതിന് വിലയുണ്ടാവുന്നത്? പൂജ്യത്തിന് വിലയുണ്ടാവുന്നത് എപ്പോഴാണ്? നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് ഒറ്റക്ക് നിൽക്കുമ്പോൾ ഒരു പൂജ്യമാണ്. അതിന് ശരിക്കും വിലയില്ല, അല്ലേ? പക്ഷെ നമ്മുടെ മുന്നിലും പിന്നിലും ഓരോരോ അക്കങ്ങൾ കൂടി ചേരുമ്പോൾ 1, 2, 3, 4 അങ്ങനെ എത്ര വേണമെങ്കിലാകാം. ഇതിൽ എത്ര എണ്ണമെങ്കിലും ആകാം. അപ്പോൾ അത് വലിയ വിലയുള്ളതായി തീരുന്നു, അല്ലേ? ഇല്ലേ? അതാ. അപ്പം നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു സംരംഭത്തിൽ ഭംഗിയായിട്ട് ഇതെല്ലാം ഏറ്റുവാങ്ങും. പഠനോപകരണങ്ങളും പിന്നെ നിങ്ങൾ ഭംഗിയായിട്ട് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കിയ അവാർഡുകളൊക്കെ വാങ്ങുമ്പോൾ നിങ്ങളുടെ മുന്നിലും പിന്നിലും നിന്ന ഒത്തിരി വ്യക്തികളുണ്ട്, അല്ലേ? മാതാപിതാക്കൾ തുടങ്ങി, അധ്യാപകർ തുടങ്ങി, ചുറ്റുമുള്ള സ്നേഹിതർ തുടങ്ങി, പ്രിയപ്പെട്ട കുട്ടികൾ തുടങ്ങി, എല്ലാവരും കൂട്ടുകാരൊക്കെ. അങ്ങനെ എല്ലാവരുടെയും കൂടി കൂട്ടായ ഒരു പ്രയത്നത്തിൻ്റെ ഒരു ഫലമാണ് നമ്മൾ ഇന്ന് ഏറ്റുവാങ്ങുന്നത്.